ഹലോ എടാ പറയടാ. ഞാനോ ഞാൻ ആ ഷോപ്പിലുണ്ട്. നിങ്ങൾ വന്നോ. ഒരു 50,000 കൊണ്ടിരിക്കട്ടെ. 50,000 രൂപ? അതെന്തിനാ? നീ കഴിഞ്ഞ മാസത്തെ GST റിട്ടേൺ ഫയൽ ചെയ്താ? അതേ ഫലിയല്ല പിന്നെ നിന്റെ 50,000 രൂപ. അപ്പൊ വെറുതെ കൺസൾട്ടന്റ് വിളിച്ചു പറഞ്ഞത് ഈ മാസം 50,000 രൂപ ഞാൻ അധികം അടയ്ക്കണം. നീയൊക്കെ റിട്ടേൺ ഫയൽ ചെയ്യാത്തതുകൊണ്ട് ആ പൈസ ഇപ്പൊ ഞാൻ അടയ്ക്കണം. ഞാൻ റിട്ടേൺ ഫയൽ നീ എന്താണ് പൈസ അടയ്ക്കുന്നത്? എന്തിനാണ് ഞാൻ ഫയൽ ചെയ്തോളാം. എടാ, എല്ലാ മാസവും 11-ാം തീയതിക്ക് മുന്നേ GSTR 1-ഉം 20-ാം തീയതിക്ക് മുന്നേ ടാക്സും അടയ്ക്കണം. അല്ലെങ്കിൽ ഞങ്ങളെ പോലുള്ള കസ്റ്റമേഴ്സിന് ഇതുപോലെ ടാക്സ് കൂടുതൽ അടയ്ക്കേണ്ടി വരും. അയ്യോ അത് ഞാൻ അറിയില്ല. ഞാൻ കരുതി ബില്ല് കൊടുത്ത കാര്യം കഴിയുന്നു. നീ ഇതൊക്കെ ഓരോ മുറിവൈദ്യന്മാരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ തന്നിട്ടാണ്. നീ അതെടുത്തൊന്ന് ബിസ്പോളിനെ ഏൽപ്പിക്കും. അവരാകുമ്പോൾ കൃത്യസമയത്ത് അതെടുത്ത് ചെയ്തോളും. നീ നിന്റെ ഡാറ്റ ഒന്ന് അയച്ചു കൊടുത്താൽ മാത്രം മതി. കണ്ടില്ലേ, എല്ലാ സപ്ലൈസും അവരുടെ GSTR 1-ഉം GSTR 3-യും കറക്റ്റ് ടൈമിൽ ഫയൽ ചെയ്താൽ മാത്രമേ അവരുടെ ബയേഴ്സിന് അതിന്റെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ലഭ്യമാവുകയുള്ളൂ. ഇത് കറക്റ്റ് സമയത്ത് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഒരുപാട് ബിസിനസ്സുകാരെ അവരുടെ ടാക്സ് അധികമായിട്ട് അടയ്ക്കേണ്ടി വരുന്നു. GST റിട്ടേൺസ് കറക്റ്റായി ഫയൽ ചെയ്യും, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് നഷ്ടമാകും.